ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഡെയിലി ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ആദ്യം നമുക്ക് സിനോണിം നോക്കാം. അപ്പോൾ നമുക്ക് 4 വേർഡ്സ് ആണുള്ളത് സിനോണിമില്. ഒന്നാമത്തത് ഗാർണർ, അടുത്തത് പ്ലാസിഡ്, ജിയോപാഡി, ടാസിറ്റ്. എന്താണ് ഗാർണറിന്റെ അർത്ഥം? ഗാർണർ എന്ന് വെച്ചാൽ സംഭരിക്കുക, കളക്ട് എന്ന മീനിങ് ആണ്. എല്ലാം എന്ത് ചെയ്യുക? ശേഖരിക്കുക, സംഭരിക്കുക, കളക്ട് ചെയ്യുക എന്നൊരർത്ഥമാണ്. പ്ലാസിഡ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസിഡ് എന്ന് വെച്ചാൽ ശാന്തം. പ്ലാസിഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ശാന്തം, കാം, സശാന്തം, കാം എന്നുള്ളതാണ്. ജിയോപാഡി എന്ന് വെച്ചാൽ ഡേഞ്ചർ, അപകടം. ഡേഞ്ചർ ആണ്, അപകടമാണ് ജിയോപാഡി. ടാസിറ്റ് എന്ന് വെച്ചാലോ സൈലന്റ്, മൗനം. പ്ലീസ് ബി ക്വയറ്റ് എന്ന് ടീച്ചേഴ്സ് പറയത്തിലൊന്നും മിണ്ടാണ്ടിരിക്കും. അപ്പൊ സൈലന്റ് ആയിട്ടിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ സൈലന്റ് ആണ് ടാസിറ്റ്. ഗാർണർ കളക്ട്, പ്ലാസിഡ് കാം, ജിയോപാഡി ഡേഞ്ചർ, ടാസിറ്റ് സൈലന്റ്. ഗാർണർ കളക്ട്, പ്ലാസിഡ് കാം, ജിയോപാഡി ഡേഞ്ചർ, ടാസിറ്റ് സൈലന്റ്. ഇനി നമുക്ക് ആന്റണിം നോക്കാം. ഡിനൈ എന്ന് വെച്ചാൽ നിഷേധിക്കുക എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് കൺഫസ്. അപ്പൊ ഞാൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ലേറ്റ് എടുക്കുന്നില്ല. കൺഫസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പശ്ചാത്തപിക്കുക എന്നൊക്കെ അർത്ഥമാണ്. നമ്മൾ കുമ്പസരിക്കാൻ പോത്തില്ലേ, കൺഫെഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്ത തെറ്റുകളെല്ലാം അംഗീകരിക്കുകയാണ് കൺഫെഷൻ, പശ്ചാത്തപിക്കുകയാണ്, അതെല്ലാം കുമ്പസരിക്കുകയാണ്. എന്നാൽ ഡിനൈ എന്ന് വെച്ചാൽ അതെല്ലാം നിഷേധിക്കുകയാണ്. ഇല്ല, ഞാനല്ല ഇത് ചെയ്തതെന്ന് നിഷേധിക്കുകയാണ്. അപ്പൊ ഡിനൈ, കൺഫസ്. അടുത്തത് ഓറൽ. നമ്മളുടെ പാട്ടുകളൊക്കെ പറയുമ്പോൾ പഴന്തമിഴ് പാട്ടുകളൊക്കെ വാമൊഴി വഴക്കത്തിലൂടെ വന്നതാണ്. മറ്റേത് വരമൊഴി എന്ന് പറയും അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനും പറയും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അലിഖിതം, ലിഖിതം. അപ്പൊ ഓറൽ എന്ന് വെച്ചാൽ വാക്കുകളിലൂടെ വരുന്നതാണ്. അപ്പോ ഓറൽ, റിട്ടൺ ആണ് ഓപ്പോസിറ്റ്. പെയിൽ എന്ന് വെച്ചാൽ വിളറിയ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് മുഖമൊക്കെ വെളുക്കും അല്ലെ. ഇപ്പൊ പെയിൽ, വിളറിയ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രസന്നത, റെഡി. റെഡി, പ്രസന്നത. ജെനിത് എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തുക, അത്യുന്നതയിലെത്തുക. അത് സന്തോഷത്തിന്റെ അത്യുന്നത നിലയിലെത്താം. നമുക്കൊരു ജോലി കിട്ടി നമ്മൾ ഹാപ്പിയിൽ അത്യുന്നതയിലെത്തി. പിന്നെ ഒരാൾ വലിയ ജോലിയിലൊക്കെ എത്തിപ്പെടുന്നു, അപ്പൊ അത്യുന്നതയിലെത്തി, അങ്ങനെ പറയാം. സെനിത്തിന്റെ ഓപ്പോസിറ്റ് നാദിറാണ്, കഷ്ടകാലം. അപ്പൊ ഡിനൈ, കൺഫസ്, ഓറൽ, റിട്ടൺ, പെയിൽ, റെഡി, സെനിത്, നാദർ. സെനിത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സെനിത്, നാദർ, സെനിത്, നാദർ. ഇനി നമ്മൾ കുറച്ച് ഫോറിൻ വേർഡിലേക്ക് പോകുന്നു. ആഡ് ഇന്ററിം എന്ന് വെച്ചാൽ എന്താണ്? ഇടക്കാലം, അതായത് അതിനിടയ്ക്ക് എന്നൊരർത്ഥമാണ് ഇന്ററിം. അപ്പൊ ഇന്റർവെൽ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. നമ്മൾ പഠനത്തിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർവെൽ തരുമല്ലേ. അപ്പൊ ആഡ് ഇന്ററിം, ഇടക്കാലം. ഇൻ ദ മീൻ ടൈം ഓർ ടെമ്പററി, ഇടയ്ക്ക്, ഒരു തൽക്കാലത്തേക്ക് തരുന്നതാണ്. ഇൻ ദ മീൻ ടൈം, ഇടയ്ക്ക്, അതിനിടയ്ക്ക്. മോഡസ് ഓപ്പറൻഡി സ്ഥിരം ചോദ്യമാണ്. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ഇവിടെ ഉണ്ട്. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, വഴി, പ്രവർത്തന രീതി. ഇതാണ് പ്രവർത്തന രീതി, വഴി എന്നൊക്കെയാണ്. ആൽമ മാറ്റർ എന്താണ്? നേരത്തെ പഠിച്ച സ്കൂളാണ്. പ്രസിഡന്റ് ആൽമ മാറ്ററിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഫോർമലി അറ്റൻഡഡ് സ്കൂൾ ഓർ കോളേജ്, നേരത്തെ പഠിച്ച കോളേജോ സ്കൂളിലോ പോകുന്നു. ആദ്യം നേരത്തെ പഠിച്ച സ്കൂളോ കോളേജോ ആണ് ആൽമ മാറ്റർ എന്ന് പറയുന്നത്. പഠിച്ച വിദ്യാലയമാണ്. അപ്പൊ ആഡ് ഇന്ററിം എന്ന് വെച്ചാൽ ഇടക്കാലം, അതിനിടയ്ക്ക്. ഇൻ ദ മീൻ ടൈം ഓർ ടെമ്പററി, ഇംഗ്ലീഷിൽ തന്നെയാണ് ഇത് വേണ്ടത്, ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദ്യം. മോഡസ് ഓപ്പറൻഡി എന്ന് വെച്ചാൽ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ ആണ്, ആ പ്രവർത്തിക്കുന്ന രീതി, ആ വഴി. ഇതാണ് ആൽമ മാറ്റർ, പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആണ്. ഫോർമലി അറ്റൻഡഡ് സ്കൂൾ ഓർ കോളേജ്. അപ്പൊ നമ്മൾ സിനോണിം പഠിച്ചു. ഗാർണർ കളക്ട്, പ്ലാസിഡ് കാം, ജിയോപാഡി ഡേഞ്ചർ, ടാസിറ്റ് സൈലന്റ്. വിപരീതം ആന്റണിം പഠിച്ചു. ഡിനൈ, കൺഫസ്, ഓറൽ, റിട്ടൺ, പെയിൽ, റെഡി, സെനിത്, നാദർ. ഇനി ആഡ് ഇന്ററിം, ഇൻ ദ മീൻ ടൈം ഓർ ടെമ്പററി, മോഡസ് ഓപ്പറൻഡി, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, ആൽമ മാറ്റർ, ഫോർമലി അറ്റൻഡഡ് സ്കൂൾ ഓർ കോളേജ്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയുമാണ് പഠിക്കുന്നത്. ഇത്രയും എല്ലാവരും പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു, ബൈ.